ഓം നമ ശിവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ ഭക്തരെ, കേരളശ്ശേരി കള്ളപ്പാടി ക്ഷേത്രത്തിൽ ദീർഘകാലം മേൽശാന്തിയായി പ്രവർത്തിച്ച് തേവരെയും തേവരുടെ ഭക്തരെയും സേവിച്ച് തൽസ്ഥാനമൊഴിയുന്ന ജയമണി എന്നറിയപ്പെടുന്ന ശ്രീ പി വെങ്കടേശ്വരന് അർഹമായ ആദരം അഷ്ടമിരോഹിണിയുടെ ആഘോഷവേളകളിൽ നൽകാൻ ക്ഷേത്രാധികാരികൾ തീരുമാനിക്കുന്നു. വെങ്കടേശ്വരാദിനം എന്ന പേരിൽ ഒരു സാംസ്കാരിക സദസ്സ് 2024 ഓഗസ്റ്റ് 25 ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നടന്നു. ആ പരിപാടിയുടെ വിശദമായ ചിത്രീകരണം നടത്തുവാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായി. അത് ഭക്തർക്ക് വേണ്ടി സമർപ്പിക്കുന്നു. അന്നേ ദിവസം തന്നെ ക്ഷേത്രത്തിൻ്റെ ചരിത്രവും ഐതിഹ്യവും അനുഭവങ്ങളും അടങ്ങുന്ന ഒരു സ്മരണികാ പ്രകാശനവും നടന്നു. അഷ്ടമിരോഹിണി മഹോത്സവത്തിലും വെങ്കടേശ്വരാദിനം സ്മരണികാ പ്രകാശനം പരിപാടികളിലും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ആ പരിപാടികളിലേക്ക് ഞങ്ങളിതാ ഞങ്ങളുടെ ചിത്രീകരണത്തിലൂടെ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഹരി ഓം.
സാംസ്കാരിക സദസ്സ് ആരംഭിക്കാനിരിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിശിഷ്ടാതിഥികൾക്കും ഭക്തജനങ്ങൾക്കും നല്ലവരായ നാട്ടുകാർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നമസ്കാരം. ആദ്യമായി വിശിഷ്ടാതിഥികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്ന ചടങ്ങാണ്. ഈ സമ്മേളന സദസ്സിന്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്ന ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ശ്രീ AS മന്നാടി നായർ അവർകളെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥി വേറെ ആരുമല്ല, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ആദരണീയനായ ക്ഷേത്ര മേൽശാന്തി ശ്രീ TP വെങ്കടേശൻ അവർകളാണ്. അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ സാംസ്കാരിക സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്നത് ബ്രഹ്മശ്രീ അണ്ടലാടി മണിക്കൽ പരമേശ്വരൻ നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹത്തെ ഭക്തി ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കള്ളപ്പാടി ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ മുഖ്യ രക്ഷാധികാരിയായ ക്ഷേത്രം ഊരാളൻ ശ്രീമതി KP സുഭദ്ര ടീച്ചറെ സന്തോഷപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ സമ്മേളന സദസ്സിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന പൂജനീയ സ്വാമിജി ദയാനന്ദ ആശ്രമം മഠാധിപതി ശ്രീ കൃഷ്ണാത്മാനന്ദ സരസ്വതി സ്വാമികളെ ഭക്തി ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇന്നത്തെ ഈ സാംസ്കാരിക വേദിയിൽ സ്മരണിക പ്രകാശനം നടത്തുന്ന മുഖ്യ പ്രഭാഷകൻ പണ്ഡിതരത്ന ഡോക്ടർ PK മാധവൻ അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കള്ളപ്പാടി ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി ശ്രീ CK ശങ്കരനാരായണനെ സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇന്ന് ഈ സദസ്സിന് ആശംസകൾ അർപ്പിക്കാൻ എത്തിയ ശ്രീ ജയൻ വാര്യർ അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സാംസ്കാരിക സമ്മേളന പരിപാടിയിലേക്ക് കടക്കുന്നതിന് അധ്യക്ഷന്റെ അനുവാദം. പ്രിയമുള്ളവരെ, ഇന്നത്തെ തലമുറയിൽ നിന്നും സാമൂഹിക മൂല്യങ്ങൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഒരു പരാതി പലപ്പോഴും ഉയർന്നു വരാറുണ്ട്. ഈ അവസ്ഥയെ ഒരു മാറ്റം വരുത്തുന്നതിനും കുട്ടികളിൽ മൂല്യങ്ങളും നമ്മുടെ പുരാണ ഇതിഹാസങ്ങളെ കുറിച്ചുള്ള അറിവുകളും ഊട്ടി ഉറപ്പിക്കുന്നതിനായി കള്ളപ്പാടി പുസ്തകം
മാന്യമഹാവ്യക്തികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇതുപോലെയുള്ള ഒരു വേദിയിൽ ആദ്യമായാണ് ഞാനൊരു സ്വാഗത പ്രസംഗം പോലുള്ള ഒരു കർത്തവ്യം നിർവഹിക്കുന്നു. അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടായ സദയം ക്ഷമിക്കുമെന്ന പ്രതീക്ഷയിൽ ഞാൻ തുടങ്ങട്ടെ. ഈ വർഷത്തെ നമ്മുടെ അഷ്ടമി രോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് ഇന്ന് നടത്തുന്ന പ്രധാന പരിപാടി വെങ്കടേശ്വരാതുരവും ക്ഷേത്രത്തിൻ്റെ സ്മരണിക പ്രകാശനവും ആണല്ലോ. ആയതിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വ്യക്തികളിൽ നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി ആരാധനായ ശ്രീ PP വെങ്കടേശ്വരൻ, കേരളശ്ശേരിക്കാരുടെ അഹങ്കാരം, ഞങ്ങളുടെ സ്വന്തം ജയമണിയുണ്ട്. ഏകദേശം 3 പതിറ്റാണ്ട് കാലമായി ക്ഷേത്രത്തിൽ മേൽശാന്തിയായി സുത്യർഹമായ സേവനത്തിന് ശേഷം വിരമിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടം തന്നെയാണ്. കാരണം കേരളത്തിൽ കള്ളപ്പാടി ക്ഷേത്രത്തിൻ്റെ ഇന്ന് ഈ കാണുന്ന തരത്തിലുള്ള എല്ലാ അഭിവൃദ്ധിയുടെയും പിന്നിൽ ഉള്ള ജയമണിയുടെ പങ്ക് വളരെ വലുതാണ്. ക്ഷേത്രത്തിനകത്തെ പൂജാധികാരങ്ങളിലായാലും ഭരണസമിതി നടത്തി വരുന്ന ഏത് കാര്യപരിപാടികളിൽ ആയാലും ജയമണിയുടെ സാന്നിധ്യം സ്തുത്യർഹം തന്നെയാണ്. വെങ്കടേശ്വരാതുരത്തിലേക്കും സ്മരണിക പ്രകാശത്തിലേക്കും ജയമണിയുടെയും കുടുംബത്തെയും സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ യോഗത്തിൽ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്ന നമ്മുടെ എല്ലാം ഗുരുസ്വാമിയും ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റുമായ ശ്രീ AS മന്നാടി നായർ അവർകളെ ഹൃദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ യോഗത്തിൽ പരിചായകം നിർവഹിക്കുന്ന ക്ഷേത്രം ഊരാളൻ സമിതിയുടെ മുഖ്യ രക്ഷാധികാരിയുമായ ശ്രീമതി KP സുഭദ്ര ടീച്ചറെ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഈ യോഗം ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ എല്ലാമായ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അണ്ടലാടിമണിക്കൽ പരമേശ്വരൻ നമ്പൂതിരിപ്പാടാണ്. നമ്മൾ ജയമണിയെ പറയുന്ന പോലെ തന്നെ ക്ഷേത്രാഭിവൃദ്ധിക്ക് വേണ്ടി നമ്മൾ നടത്തിയ എല്ലാ സതുദ്യമങ്ങൾക്കും നമ്മോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു ക്ഷേത്രം തന്ത്രി. അദ്ദേഹത്തെ വെങ്കടേശ്വരാതുരം സ്മരണിക പ്രകാശന പരിപാടികളുടെ ഈ വേദിയിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഈ വേദിയിലെ പ്രധാന ചടങ്ങാണ് സുവർണമുദ്ര സമർപ്പണവും അനുഗ്രഹ പ്രഭാഷണവും ആണ്. ആയത് നിർവഹിക്കുന്നത് പാലക്കാട് ഓലശ്ശേരിയിലുള്ള ദയാനന്ദാശ്രമം മഠാധിപതി കൃഷ്ണാത്മാനന്ദ സരസ്വതി സ്വാമിജിയാണ്. സ്വാമിജിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പാലക്കാട്ടെ എല്ലാ ആത്മീയ സംരംഭങ്ങളിലെ ഏറെ സാന്നിധ്യമാണ് സ്വാമിജി. സൗന്ദര്യഹരി, ദേവി മഹാത്മ്യം, ലളിത സഹസ്രനാമം, രാമായണ പ്രഭാഷണ പരമ്പര, ഭാഗവത ജ്ഞാനഗംഗ എന്നീ പരിപാടികളിലൂടെ ഓൺലൈനായും അല്ലാതെയും സ്വാമിജി 24 മണിക്കൂറും ആത്മീയതയിലും വേദാന്ത പ്രചാരണത്തിലും മുഴുകിയിരിക്കുകയാണ്. സ്വാമിജി കൃഷ്ണാത്മാനന്ദ സരസ്വതിയെ ബഹുമാന പുരസ്സരം ഈ വേദിയിലേക്ക് പ്രണാമത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തത് മംഗളപത്രം സമർപ്പണമാണ് നിർവഹിക്കുന്നത്. നമ്മുടെ ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറിയായ ശ്രീ CK ശങ്കരനാരായൺ അവർകളാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വെങ്കടേശ്വരാധരം പോലെ തന്നെ മഹത്തായ ഒരു ചടങ്ങു കൂടിയാണ് ഈ വേദിയെ ഇന്ന് ധന്യമാക്കുന്നത്. കള്ളപ്പാടി ക്ഷേത്രത്തിൻ്റെ ചരിത്രവും ഐതിഹ്യവും അനുഭവങ്ങളും അടങ്ങുന്ന ഒരു സ്മരണിക പ്രകാശനമാണ് അത്. ആയത് നിർവഹിക്കുന്നത് പണ്ഡിതരത്നം ഡോക്ടർ PK മാധവൻ സാറാണ്. സാറ് നമ്മുടെ പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്നും പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്ത വ്യക്തി കൂടിയാണ്. സാറിനെ കുറിച്ച് പ്രത്യേകമായി എടുത്തു പറയേണ്ടത് മറ്റൊന്നുകൂടിയാണ്. രാജ്യത്തെ ഏറ്റവും വലിയ സംസ്കൃത സർവകലാശാലയായ കേന്ദ്രീയ സംസ്കൃത വിശ്വവിദ്യാലയം ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ചു. ബിരുദദാനം നൽകിയത് നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ്. ഡോക്ടർ മാധവൻ സാറിനെ സസന്തോഷം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ വേദിയിൽ അടുത്ത് നടക്കുന്ന ചടങ്ങ് ആശംസാ പ്രസംഗമാണ്.
അതിൽ ആദ്യമായി ജയം കാര്യത്തിനെ നായർ അവർ നമ്മുടെ ക്ഷേത്രത്തിന്റെ ഏത് കർമ്മങ്ങൾക്കും എത്രയോ വർഷങ്ങളായി മുന്നിൽ നിന്ന് നയിക്കുകയും തന്റെ പ്രായത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ വകവെക്കാതെ എല്ലാവർക്കും മാർഗദീപവുമായി പ്രവർത്തിക്കാനും എന്നും അദ്ദേഹമുണ്ട്. ആരാധ്യനായ ശ്രീ AS മന്നാടി നായർ അവർകളെ അധ്യക്ഷ പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അണ്ടനാടി പരമേശ്വരൻ പാടുന്നത് ഇന്നത്തെ വിശിഷ്ട അതിഥി ശ്രീ വെങ്കടേശ്വരൻ അവർ റിട്ടയർഡ് പ്രിൻസിപ്പാൾ ശ്രീ മാധവൻ അവർ ക്ഷേത്രമൊരാള് KP ശ്രീപുര ടീച്ചർ അവർ മറ്റ് വിശിഷ്ട രീതിയിൽ ആരാധനായ ആളുകൾ ഞാനുള്ള സദസ്സുകൾ മേൽശാന്തിയായി പ്രവർത്തിച്ച ശ്രീ വെങ്കടേശ്വരനെ നിങ്ങൾക്ക് എന്തെങ്കിലും പരിചയപ്പെടുത്തുന്ന ആവശ്യമൊന്നുമില്ല. എനിക്ക് പറയാനുള്ളതെന്നറിയാം. മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും മേൽശാന്തി നിയമിച്ച് അങ്ങനെ നിയമിക്കാൻ ആൾ വരിക. വെങ്കടേശ്വരൻ അതെല്ലാം ഉണ്ടായിട്ടാണ്. വെങ്കടേശ്വരനെ ഒരാളെ നിയമിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ 70ഓളം കൊല്ലം ഈ ക്ഷേത്രത്തിന് മേൽശാന്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാധാന്യത്തിക്കൊണ്ട് അദ്ദേഹം പരിശീലിപ്പിച്ച പൂജയൊക്കെ പഠിപ്പിച്ച കുട്ടിയായിരുന്ന വന്ദീശ്വരനെ അദ്ദേഹമാണ് തൻ്റെ പിന്തുടർച്ചയായിട്ട് ഈ ക്ഷേത്രത്തിന് മേൽശാന്തിയായി നിയമിച്ചത്. കഴിഞ്ഞ ഏകദേശം 30 വർഷത്തോളം ഇദ്ദേഹം വളരെ നല്ല നിലയിൽ എല്ലാവർക്കും സ്വീകാര്യമായ നിലയിൽ മേൽശാന്തി പ്രവർത്തനം ചെയ്തു. കൂട്ടത്തിൽ ആദരണീയരായ വ്യക്തികൾക്കും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ മാന്യ ഭക്തജനങ്ങൾക്കും എൻ്റെ നമസ്കാരം. അധ്യക്ഷ പ്രസംഗത്തിൽ പരിചയപ്പെടുത്തി തന്ന EP നാരായണ ശർമ്മ എന്ന മുൻ മേൽശാന്തി, അദ്ദേഹത്തിനെ സ്മരിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ പറയാൻ താല്പര്യപ്പെടുന്നത്. കാരണം എനിക്കെപ്പോഴും തോന്നാറുണ്ട്, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ക്ഷേത്രത്തിൽ വന്നാൽ അന്ന് വലിയ വിവരമൊന്നുമില്ല. അപ്പോൾ തൊഴുത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കും ആ ക്ഷേത്രത്തിലെ മേൽശാന്തി. പ്രത്യേകിച്ച് ഞങ്ങൾക്കൊക്കെ മേൽശാന്തി അന്ന് EP നാരായണ ശർമ്മ എന്ന ആദരണീയനായ ഒരു വ്യക്തി തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയായിട്ട് വരുന്ന, അതായത് നമ്മൾ ഇന്നിവിടെ ആദരിക്കുന്ന TP വെങ്കടേശ്വരൻ്റെ, ഞങ്ങളെല്ലാം ജയമണി എന്ന് വിളിക്കുന്ന വ്യക്തിയുടെ മുത്തശ്ശനാണ് EP നാരായണ ശർമ്മ. അദ്ദേഹം കാരണമാണ്, അല്ലെങ്കിൽ ഒരു നിയോഗം പോലെ ഒരു നിമിത്തമായിട്ട് അദ്ദേഹം ഉണ്ടായതുകൊണ്ടാണ്, അദ്ദേഹം അങ്ങനെ ഒരു നിർദ്ദേശം ജയമണിക്ക് കൊടുത്തത് കൊണ്ടാണ് ഇന്ന് ഇവിടെ ഈ മേൽശാന്തിയായിട്ട് ജയമണി ഇത്രയും കാലം സേവനമനുഷ്ഠിച്ചത്. പിന്നെ അങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസവും കോളേജ് വിദ്യാഭ്യാസവും ഒക്കെ കഴിഞ്ഞ് കേരളത്തിൽ നിന്നും പുറത്ത് പോയി കുറച്ചു കാലം ഉദ്യോഗത്തിൽ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഈ മുത്തശ്ശനാണ്. ഈ മുത്തശ്ശൻ തന്നെയാണ് നമ്മുടെ മേൽശാന്തിയെ ഉപനയനം ചെയ്തതും മന്ത്രോപദേശം ചെയ്തതും പൂജാവിധികളൊക്കെ പറഞ്ഞു കൊടുത്തതും. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് ഒരാൾ അതേപോലെ യോഗ്യനായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ചില വ്യക്തികൾ അങ്ങനെയാണ്.
അവരേർപ്പെടുന്ന തൊഴിലിൽ അവർ കാണിക്കുന്ന ആത്മാർത്ഥത, ആ തൊഴിലിനോട് കാണിക്കുന്ന അർപ്പണ ബോധം അവർ തിരഞ്ഞെടുത്ത ആ കർമ്മമണ്ഡലത്തിൽ സദാ നിറഞ്ഞു നിൽക്കാൻ അവരെ പ്രാപ്തരാക്കുന്നു. അത് അങ്ങനെ ഒരു പ്രത്യേക കഴിവ് സ്വയം ആർജിച്ചെടുത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് രാശി ഗുണം കൊണ്ടൊന്നും വന്നു ചേരുന്നതല്ല. പിന്നെ കുട്ടിക്കാലത്ത് ധാരാളം അങ്ങനെ ഒരു കുടുംബം, കുലധർമ്മം ശാന്തിയായിട്ടുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു. ഭക്തി സ്വാഭാവികമായിട്ടുണ്ടായിരിക്കാം, പൂജാവിധികളെക്കുറിച്ച് അല്പം ധാരണ ഉണ്ടായിരിക്കാം. ഇതൊന്നുകൊണ്ടും ഭക്തജനങ്ങളുടെ മനസ്സിൽ പ്രതിഷ്ഠ നേടാൻ ഒരു മേൽശാന്തിക്ക് കഴിയില്ല. നമ്മുടെ TP വെങ്കടേശ്വരൻ എന്ന ജയമണി ഞാൻ ഇന്ന് പറഞ്ഞ തരത്തിലുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. അതായത് തൻ്റെ കർമ്മരംഗം, അതാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്, കർമ്മയോഗത്തിൽ പറയുന്നത്, ആ കർമ്മരംഗത്തിൽ തന്നെ നിറഞ്ഞു നിന്ന് അതിൽ നിന്ന് ആനന്ദം കണ്ടെത്തി അതിൽ നിന്ന് സ്വയം ആർജിച്ചെടുത്തൊരു ചൈതന്യം അത് അദ്ദേഹത്തിൽ എന്നും കാണാൻ കഴിയുമായിരുന്നു. 1999 റിട്ടയർ ഏകദേശം ഒരു 26 കൊല്ലത്തോളം ആയി ഇവിടെ മേൽശാന്തിയായിട്ട് വന്നു. അന്നത്തെ ഈ ക്ഷേത്രത്തിൻ്റെ ആത്മീയ അന്തരീക്ഷം ഇങ്ങനെ ആയിരുന്നില്ല. ഭൗതിക അന്തരീക്ഷം ഒട്ടും ഇങ്ങനെ ആയിരുന്നില്ല. ഈ ഒരു അന്തരീക്ഷം ഇന്ന് നമ്മൾ കാണുന്ന ഈ ആത്മീയ അന്തരീക്ഷവും ഭൗതിക സൗകര്യങ്ങളും ഇതെല്ലാം ഇവിടെ എത്തിച്ചേർന്നത് ഈ ഒരു മേൽശാന്തിക്ക് വളരെ വലിയൊരു പങ്കുണ്ടായിരുന്നു. കാരണം ഈ ഒരു സ്ഥിതിയിൽ എത്തിക്കുമ്പോൾ ഞാൻ വിസ്മരിക്കല്ല, ഒരുപാട് പേരുടെ അശ്രാന്ത പരിശ്രമം കൊണ്ടാണ് ഈ കള്ളപ്പാടി ക്ഷേത്രം ഇന്നൊരു മഹാക്ഷേത്രമായിട്ട് നിലനിൽക്കുന്നതെന്ന് പറയാറില്ല. അതിന് കാരണം ഈ ക്ഷേത്രത്തിലുള്ള മൂർത്തികളാണ്. ആ മൂർത്തികളെ സദാ ആത്മാർത്ഥമായി സേവിക്കുന്ന ശാന്തിയാണ്. ആ ശാന്തിയിൽ നിന്നും ഈ മൂർത്തികളിൽ നിന്നും കിട്ടുന്ന പ്രചോദനമാണ് ജനങ്ങൾക്ക് ഇന്ന് ഈ ക്ഷേത്രത്തിന് ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. ഇന്ന് കേരളത്തിലെന്നോ കേരളശൈലിയിലെ മറ്റെല്ലാ ക്ഷേത്രങ്ങളെക്കാളും ജ്വലിച്ചു നിൽക്കാൻ ഈ ക്ഷേത്രം ഇന്നും മുന്നിൽ നിൽക്കുന്നത് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കാം. ഇവിടെ ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന, നേരത്തെ പറഞ്ഞ പോലെ തന്നെ, എല്ലാ കാര്യങ്ങളിലും മാർഗനിർദ്ദേശിയായിട്ട് എത്താത്ത, മേൽനോട്ടം വഹിക്കാത്ത ഒരു ഭാഗവും ഇവിടെ ഇല്ല എന്ന് തന്നെ പറയാം. എല്ലാവരെയും മേൽശാന്തിയുടെ മേൽനോട്ടം എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും നല്ല രീതിയിൽ ഈ ക്ഷേത്രം കൊണ്ടു നടത്താൻ കഴിഞ്ഞത്. എനിക്ക് പറയാനുള്ളത്, താങ്കൾ റിട്ടയർ ചെയ്തോളൂ, വിരോധമില്ല. പക്ഷേ ഭക്തജനങ്ങൾക്കിടയിൽ ഇവിടെ തന്നെ കാണണം. എല്ലാവർക്കും ഒരു മാർഗദർശിയായിട്ട്, ഭക്തജനങ്ങൾക്ക് മുഴുവനും മാർഗദർശിയായിട്ട് ഇപ്പോൾ പറഞ്ഞ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കുമെന്ന് അധ്യക്ഷൻ പറഞ്ഞതുകൊണ്ട് അപ്പോൾ സജീവമായിട്ടിവിടെ രംഗത്തുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അദ്ദേഹത്തിന് സന്തുഷ്ടമായിട്ടുള്ളൊരു കുടുംബമുണ്ട്. അമ്മയും ഭാര്യയും 2 ആൺമക്കളുമായിട്ട് വളരെ ഭദ്രമായൊരു ഞാൻ TP വെങ്കടേശ്വരൻ എന്ന ജയമണി അവർക്ക് ബഹുമാനത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി നേരുകയാണ്. അങ്ങേക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ദൈവം തരട്ടെ, കുടുംബം സന്തോഷത്തോടു കൂടി ഇരിക്കട്ടെ. വേറൊന്നുകൂടി പറയുകയാണ്, ഇവിടെ ചെയ്യുന്നത് ക്ഷേത്രം തന്ത്രി മുഖ്യൻ ബ്രഹ്മശ്രീ അണ്ടലാട് മനക്കൽ പരമേശ്വരൻ നമ്പൂതിരിപ്പാടാണ്. നിരവധി ക്ഷേത്രങ്ങളുടെ മുഖ്യ തന്ത്രിസ്ഥാനം അലങ്കരിക്കുന്ന ദേവരുടെ പിതൃസ്ഥാനീയനായ ശ്രീ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് അവர்களுടെ ഭദ്രദീപം കൊളുത്തി ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് ഭക്തി ആദരപൂർവ്വം അപേക്ഷിക്കുന്നു.
2 വാക്ക് സംസാരിക്കുന്നതിന് തിരുമേനിയോട് അപേക്ഷിച്ചു. കള്ളപ്പാടി ക്ഷേത്രത്തില് ഇന്ന് ഇത്രയും കാലം മേശാന്തിയായിരുന്ന അദ്ദേഹത്തിന് ഒരു റിട്ടയർമെന്റ് ആവുകയാണ്. അദ്ദേഹത്തിനെ ആദരിക്കലും നടക്കുകയാണ്. നിരവധി വർഷങ്ങളായിട്ട് ഇവിടെ പൂജാതി കർമ്മങ്ങൾ നടത്തുന്ന അദ്ദേഹം ഒരു ക്ഷേത്രത്തെ തന്ത്രി കഴിഞ്ഞാൽ ദേവനെ പരിപാലിക്കുകയും നിത്യവും ഉത്തേജനങ്ങൾക്ക് വേണ്ടതായുള്ള കാര്യങ്ങൾ ചെയ്യുകയും ആത്മാർത്ഥമായി ചെയ്യുകയും ചെയ്യുക ഒരു മേശാന്തിയുടെ കടമയാണ്. കള്ളപ്പാടി ക്ഷേത്രത്തിന് വളരെയധികം ഭംഗിയായിട്ട് ഇത്രയും കാലം അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ഒരു മേശാന്തി എന്നുള്ള തസ്തിക വളരെ വിഷമപ്പെടുത്തിയ സംഗതികളാണ്. ക്ഷേത്രത്തിൽ എത്തുക, എല്ലാ പ്രത്യേക ദേവന്റെ കാര്യങ്ങൾ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നടത്താം. ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങളുടെ കാര്യങ്ങളും അവരുടെ എല്ലാ സങ്കടങ്ങളും കേട്ട് അതിന് വേണ്ട പ്രതിവിധികൾ ചെയ്യുക എന്നുള്ള കടമയും പൂജാരിയുടെ കടമയാണ്. അത് ഈ കള്ളപ്പാടി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഇനിയും അദ്ദേഹത്തിൻ്റെ സേവനം ഈ ക്ഷേത്ര പരിസരത്ത് ഭക്തജനങ്ങളുടെ ഇടയിൽ ഉണ്ടാവണം. ക്ഷേത്രത്തിലും അന്വേഷണം ഒരു കമ്മിറ്റിയിലോ അല്ലെങ്കിൽ ഉപദേശക സമിതിയിലോ അദ്ദേഹം ഉണ്ടാവണം. ഈ ക്ഷേത്രത്തിലെ ഈ അഭിവൃദ്ധിക്ക് ഒരു പ്രധാനമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം വളരെ ഉത്തമമാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം. അദ്ദേഹം പാലക്കാട് ഓലശ്ശേരിയിലുള്ള ദയാനന്ദാശ്രമം അഥവാ ആശ്രമവിദ്യാപീഠത്തിന്റെ മഠാധിപതിയാണ്. പാലക്കാടിന്റെ സാംസ്കാരികവും ആത്മീയവുമായ എല്ലാ സംരംഭങ്ങളിലും നിറസാന്നിധ്യമായ സ്വാമിജി സൗന്ദര്യലഹരി, ദേവി മഹാത്മ്യം, ലളിത സഹസ്രനാമ സ്തോത്രം, ശങ്കര സ്തോത്ര തരംഗിണി, രാമായണ പ്രഭാഷണ പരമ്പര, ഭാഗവത ജ്ഞാനരംഗ തുടങ്ങി നിരവധി പരിപാടികളിലൂടെ നമുക്ക് സുപരിചിതനാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന ഭാഗവത സപ്താഹങ്ങൾ ഭക്തർക്ക് വളരെയേറെ അറിവ് നൽകുന്ന ഒന്നുകൂടിയാണ്. ഇത്തരത്തിലുള്ള ആത്മീയ ആചാര്യന്മാരുടെ പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിന് അനിവാര്യമാണെന്ന കാര്യം നിസ്തർക്കം തന്നെ. സുവർണമുദ്ര സമർപ്പിക്കുന്നതിന് സ്വാമിജിയെ ഭക്തിപൂർവ്വം ക്ഷണിക്കുന്നു. ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെ വികാരത്തിന്റെ പ്രതീകമായ ഈ സുവർണമുദ്ര ഏറ്റുവാങ്ങുന്നതിന് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ ടി പി വെങ്കടേശൻ അവരോട് അഭ്യർത്ഥിക്കുന്നു. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ
ഗോവിന്ദായ നമോ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമഃ ശിവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം. വേദിയിലിരിക്കുന്ന ഇന്നത്തെ വിശിഷ്ട വ്യക്തിത്വം ശ്രീ വെങ്കടേശ്വരൻജി, അതുപോലെ ക്ഷേത്രം തന്ത്രി ശ്രീ അണ്ടലാടി പരമേശ്വരൻ കൊണ്ട് ഇവിടെ ഇല്ല പേര് വരുന്നില്ല വളരെ ശ്രീ മാധവൻജി, മാധവ മാഷ്, അതുപോലെ ക്ഷേത്രം ഭരണസമിതി അധ്യക്ഷൻ ശ്രീ മണ്ണാടി നായർ അവர்கள், അതുപോലെ സുഭദ്ര ടീച്ചർ, മറ്റ് ക്ഷേത്ര ഭാരവാഹികൾ, ദേശത്തിലെ പ്രമുഖ വ്യക്തികൾ, ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന ഭഗവാന്റെ ഭക്തജനങ്ങളായിരിക്കുന്ന ഈ ദേശവാസികൾ, സജ്ജനങ്ങൾ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു പരിപാടിയിൽ സംബന്ധിക്കാൻ സാധിച്ചു എന്നുള്ളത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ വരാനുള്ള ഭാഗ്യമുണ്ടായി. ഈ ദശാവതാരം നമ്മുടെ യമന ടീച്ചർ വരച്ച ദശാവതാരത്തിൻ്റെ ഛായാചിത്രങ്ങൾ അനാച്ഛാദനം ചെയ്യാനുള്ളൊരു ഭാഗ്യവും എനിക്ക് കുറച്ച് ദിവസം മുമ്പേ കിട്ടി. ഒരു മാസത്തിന് മുകളിൽ ആയിട്ടുള്ളൂ അല്ലേ ഏതാനും. അപ്പോൾ അന്ന് ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ആ ഒരു പ്രതിഷ്ഠാദിനമായിരുന്നു അന്ന്. വളരെ സന്തോഷം തോന്നി ഇവിടുത്തെ ആ ക്ഷേത്രത്തിന്റെ ചൈതന്യവും, അതുപോലെ അവിടെ നടക്കുന്ന കാര്യങ്ങളും, ഇവിടെയുള്ള ഭക്തജനങ്ങളുടെ ആ ഒരു സഹകരണവും അവരുടെ ഭക്തിയും എല്ലാം ഏകദേശം അന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. വളരെ നല്ലൊരു ഗ്രാമീണ അന്തരീക്ഷം, നല്ല ശുദ്ധഹൃദയരായിട്ടുള്ള ആളുകളാണ് അവിടെയുള്ളവരിൽ ഭൂരിപക്ഷവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു നാട്ടിൻ പുറത്ത് ഇതുപോലൊരു ക്ഷേത്രത്തിൽ രണ്ട് മഹാപ്രതിഷ്ഠകൾ, രണ്ട് മുഖ്യ ഭാവത്തിലുള്ളതായിട്ടുള്ള ശ്രീകോവിലുകൾ, ഭഗവാൻ മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെയും രണ്ട് ക്ഷേത്രങ്ങൾ, രണ്ടിലും ഒരുപോലെ ഉത്തരവാദിത്വത്തോടുകൂടി ഇത്രയും കാലം 1999 മുതൽ അല്ലെ 26 വർഷത്തിലധികമായി ഇപ്പോ വളരെ കൃതകൃത്യനായി അദ്ദേഹത്തിന്റെ കർത്തവ്യം ചെയ്തതിൽ നിന്ന് അദ്ദേഹം സ്വയമേവ വിശ്രമം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ കുടുംബകാര്യങ്ങൾക്ക് സമയം തികയുന്നില്ല. ക്ഷേത്രത്തോട് കൂടെ തന്നെ തന്റെ മനസ്സുണ്ട്, താൻ ഇവിടെ തന്നെ ഉണ്ട്, കൂടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ആ എന്താ പറയുക ബന്ധനങ്ങളിൽ നിന്ന് കുറച്ചൊന്ന് മുക്തനാവുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും ബന്ധനങ്ങളിൽ നിന്ന് മുക്തരാവാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ആരും സ്ഥിരമായിട്ട് ബന്ധനങ്ങൾ കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കില്ല. അതിപ്പോ ഏത് കർമ്മമാണെങ്കിലും ബന്ധനമാണ്. അതുകൊണ്ടാണ് ഉപനിഷത്തും പറയുന്നത് പരീക്ഷ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണ നിർവേദമായാത് നാസ്തി അകൃതകൃതേന തദ്വിജ്ഞാനാർത്ഥം സ ഗുരുമേവാപി ഗച്ഛേത് സമിത്പാണി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം എന്ന് ഉപനിഷത്ത് പറയുന്നത്. അവിടെ നിർവേദമായാത് എന്നൊരു പ്രയോഗമുണ്ട്. അത് വേദത്തിൽ നിന്ന് പോലും നിർഗമിക്കണം എന്നാണ്. വൈദിക കർമ്മങ്ങളിൽ നിന്ന് പോലും ഒരു മനുഷ്യൻ സ്വയം അതിന്റെ പരിമിതികൾ മനസ്സിലാക്കി അതിൽ നിന്ന് വിരമിച്ച് എന്ത് ചെയ്യണം? ഗുരുമേവ അഭിഗച്ഛേത് തദ്വിജ്ഞാനാർത്ഥം. എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം, അത് നേടാനായിക്കൊണ്ട്, അതിനുള്ള ആത്മജ്ഞാനം നേടാനായിക്കൊണ്ട് ഗുരുവിനെ സമീപിക്കണം. ശ്രേഷ്ഠനായിട്ടുള്ള ഗുരുവിനെ സമീപിച്ച് തന്റെ ആ ജീവിത ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നം ചെയ്യണം എന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ പുരോഹിതന്മാർക്കും ഒരു കാലത്തുമ്പോ വിരമിക്കേണ്ട അവസ്ഥയുണ്ട്. അതാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അല്ല ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ ഒരേ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കാൻ പറഞ്ഞില്ല. അങ്ങനെ പോയാൽ അതൊരു യാന്ത്രികമായിട്ടൊരു പ്രവൃത്തിയായിട്ട് മാറും. അപ്പൊ എന്തായാലും ഇത്രയും കാലം അദ്ദേഹം വളരെ പ്രശംസനീയമായിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ കർത്തവ്യങ്ങൾ നിർവഹിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് ഈ ദേശത്തിലെ സജ്ജനങ്ങളായിട്ട് നിങ്ങളൊക്കെ അദ്ദേഹത്തെ ആദരിക്കുന്ന ഈ സദസ്സിൽ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഉച്ചനേരത്തെ ആരെങ്കിലും വരുമോ?
അല്ലേ? ഉച്ച നേരത്തെ ഊണ് കഴിഞ്ഞ് ഉറങ്ങാൻ വിശ്രമിക്കേണ്ടതായിട്ട് സമയമാണ്. നമ്മള് 3 മണിക്കാണ് അവിടെ എല്ലാവരും വന്നുകൂടിയത്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം ഈ നാട്ടിലെ ഒരു എന്താ പറയുക, ഒരു കേന്ദ്രമായിട്ടുള്ള ഈ ക്ഷേത്രത്തിന്റെ മുഖ്യ പുരോഹിതനായി നിന്നുകൊണ്ട് എല്ലാവരെയും വേണ്ട പോലെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്, എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്, എല്ലാവരുടെയും ബഹുമാനത്തിന് അദ്ദേഹം സ്വയം അർഹനായി തീർന്നുണ്ട്. അപ്പോൾ ഒരു കുറെ കാലം 26 വർഷം അല്ലെങ്കിൽ 10-30 വർഷം എന്ന് പറയുമ്പോൾ നല്ലൊരു ദീർഘകാലം തന്നെയാണ്. ഇത്രയും കാലം പ്രശംസനീയമായ രീതിയിൽ ഒരു ചീത്തപ്പേരും ഇല്ലാതെ സേവിച്ചിട്ടുണ്ട് എന്ന് വ്യക്തം, അല്ലെ? ആ പുരോഹിതൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ മുമ്പേ നടന്ന ഹിതം പ്രവർത്തിക്കുന്നവൻ, മറ്റുള്ളവർക്ക് ഹിതം പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുന്ന ആചാര്യൻ തന്നെയാണ്. ഒരു സമൂഹത്തിനെ മുമ്പിൽ നിന്ന് നയിക്കുന്നവരാണ് പുരോഹിതന്മാർ. അതാണ് ഇവരൊക്കെ ചെയ്യുന്നത്. തന്ത്രിമാരാണെങ്കിലും മേൽശാന്തിമാരാണെങ്കിലും അവരൊക്കെ ചെയ്യേണ്ടത് സമൂഹത്തിനെ നയിക്കേണ്ടവരാണ്, സമൂഹത്തിന് ഗുരുക്കന്മാരായിട്ടുള്ളവരാണ്. അവർ പറഞ്ഞാൽ അനുസരിക്കാൻ ഇഷ്ടം പോലെ സമൂഹത്തിൽ ആളുകളുണ്ട്, അവരോട് സ്നേഹവും ബഹുമാനവും ഭക്തിയുള്ള ആളുകളുണ്ട്. അപ്പൊ അവരുടെ മുമ്പിൽ വളരെ എന്താ പറയുക, സദാചാരത്തോടെ മര്യാദകളോടെ ഭഗവാന്റെ കർമ്മങ്ങളെ അർപ്പണഭാവത്തോടെ ചെയ്ത് മാതൃകയായി കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ഈ ഒരു മഹാപുരുഷൻ, മഹാത്മാവ്. അദ്ദേഹത്തെ തീർച്ചയായിട്ടും നമ്മളെല്ലാം ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിന് ഭാവി ജീവിതം, തുടർന്നുള്ള ജീവിതം വളരെ ആനന്ദപ്രദമാകട്ടെ, സന്തോഷപ്രദമാകട്ടെ. ഇത്രയും കാലം ഈ ഭഗവാന്മാരെ സേവിച്ചതിന്റെ അനുഗ്രഹം അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അത് ഉണ്ടാവട്ടെ, അദ്ദേഹത്തിന്റെ സന്തതികൾക്ക് ഉണ്ടാവട്ടെ, അദ്ദേഹത്തിന്റെ മക്കളൊക്കെ നല്ല രീതിയിൽ അഭിവൃദ്ധി പ്രാപിക്കട്ടെ, ഐശ്വര്യം ഉണ്ടാവട്ടെ, അദ്ദേഹത്തിന്റെ സന്തതി ഇനി പരമ്പരകൾ ഉണ്ടാവട്ടെ, അവർക്കുമൊക്കെ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ ഉണ്ടാവട്ടെ. ഇന്നിപ്പോ നമ്മൾ കാണുന്നത് ഈ പുതിയ തലമുറയ്ക്ക് ഇങ്ങനെയുള്ള ക്ഷേത്ര പൗരോഹിത്യത്തിലൊന്നും വലിയ താല്പര്യമില്ലാതാവുന്നതാണ് കാണുന്നത്, അല്ലെ? ഒന്നാമത് വിവാഹ മാർക്കറ്റില് പെൺകുട്ടികൾ, പ്രത്യേകം പഠിച്ച കുട്ടികൾ അവരുടെ മാട്രിമോണിയത്തിൽ തന്നെ പ്രത്യേകമായിട്ട് പറയുന്നത് ശാന്തി വേണ്ട, അല്ലേ? അങ്ങനെ ഒരു അവസ്ഥയാണ്. ശാന്തിക്കാരോട് അവർക്ക് താല്പര്യമില്ല. എന്താ കാരണം വെച്ചാൽ ഇന്നത്തെ പെൺകുട്ടികൾക്ക് ഭർത്താവിനെ വേണ്ടപ്പോഴൊന്നും കിട്ടില്ല. അവർക്ക് എവിടെയെങ്കിലും യാത്ര പോകണമെങ്കിലോ അവരുടെ ഗൃഹത്തിലേക്ക് പോകണമെങ്കിലോ എന്തെങ്കിലും വിശേഷങ്ങൾ ആഘോഷിക്കണമെങ്കിലോ പ്രൈം ടൈം മുഴുവൻ ക്ഷേത്രത്തിൽ പോകണം. രാവിലെ നേരത്തെ എഴുന്നേറ്റ് വീട്ടില് തയ്യാറാക്കി കൊടുക്കണം. ഭർത്താവ് ക്ഷേത്രത്തിലേക്ക് പോകണമെങ്കിൽ ഭാര്യ അതിനു മുമ്പ് എഴുന്നേറ്റ് വേണ്ടതൊക്കെ ഒരുക്കി കൊടുക്കണം, അല്ലെ? ശുദ്ധി പാലിക്കണം, എല്ലാം വേണം. അപ്പൊ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ്, വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫ്, അതും വളരെ നേരത്തെ തന്നെ എഴുന്നേറ്റ് ഭർത്താവിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അത് കഴിഞ്ഞ് ഉച്ചയോട് കൂടിയിട്ട് വരുമ്പോഴേക്കും ക്ഷീണിച്ച് വന്ന് കിടക്കലായിരിക്കും. മിക്ക ശാന്തിമാരുടെ അവസ്ഥ നമുക്കറിയാം. ആ രാവിലെ പട്ടിണിയായിരിക്കും അവർ പോയിട്ടുണ്ടാവുക. പട്ടിണിയോടുകൂടി പോയിട്ട് അവർ ആ ശാന്തി ഇതെല്ലാം കഴിച്ചു കഴിയുമ്പോഴേക്കും തളർന്നിട്ടുണ്ടാവും. 10 മണി 11 മണി ആകുമ്പോഴേക്കും വളരെ ക്ഷീണിതരായിരിക്കും. അപ്പൊ ചെന്ന് കിടന്നാൽ മതിയാവും. അപ്പോഴാണ് ഭാര്യയുടെ ഓരോ ഭാഗത്തേക്ക് പോകാനുള്ള അവരുടെ ആവശ്യങ്ങൾ പോകും. അപ്പോ അതിനൊന്നും അവർക്ക് വഹിക്കില്ല. അപ്പൊ പല ദിവസവും നിരാശപ്പെടും. സിനിമയ്ക്ക് പോകാനോ ഒക്കെ ഉള്ള സമയമൊക്കെ ക്ഷേത്രത്തിൽ കമ്മിറ്റഡാണ്. അപ്പോ ഈ എന്താ പറയുക, കാല് കെട്ടിയിടുക എന്നുള്ള അവസ്ഥയാണ് ഒരു ശാന്തി ജീവിതം. അതുപോലെ തന്നെയാണ് ആ ശാന്തിമാരുടെ കുടുംബത്തിന്റെയും അവസ്ഥ. അവർക്ക് ഭർത്താവിന്റെ കൂടെ എവിടെയും പോയിട്ട് ഒന്നും എൻജോയ് ചെയ്യാൻ ശരിക്കും പറ്റില്ല. ഒരു വല്ലാത്തൊരു കെട്ടിയിട്ട അവസ്ഥയാണ്. അപ്പോ അതുകൊണ്ടാണ് ഇന്നത്തെ പുതിയ തലമുറകള് അവർ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു. താന്തോധികളായിട്ടാണ് വന്നത്. സ്വാതന്ത്ര്യം അല്ലാതെ വാസ്തവത്തിൽ സ്വാതന്ത്ര്യം എന്ന് കരുതി താന്തോദിത്വത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഇവിടെ 30ന്റെ അടുത്തുള്ള വർഷങ്ങള് ഇത്രയും കമ്മിറ്റഡ് ആയിട്ട് അദ്ദേഹം ഇത് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വരുന്ന തലമുറകൾക്കും ഇമാതിരിയുള്ള ശാന്തി വൃത്തികളില് പൗരോഹിത്യത്തിലൊക്കെ താല്പര്യം ഉണ്ടാവട്ടെ. അവർ പഠിച്ച് വലിയ ഉദ്യോഗങ്ങളൊക്കെ വഹിക്കുന്നവരായിരിക്കും. എങ്കിലും അവരുടെ ആ കുലത്തൊഴിൽ എന്ന് പറയുന്ന അത് ശ്രദ്ധയുണ്ടാവട്ടെ. ഏതെങ്കിലും അവസരത്തിൽ അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും തൊഴിലുണ്ടെങ്കിൽ അത് മടുക്കുമ്പോ ആശ്രയമായി അഭയമായി ഭഗവാന്റെ പാദത്തിൽ വന്ന് സേവ ചെയ്യാവുന്നതാണ്. അങ്ങനെ വരട്ടെ, അല്ലേ?
അപ്പൊ ഈ നമ്മൾ കാണുന്നുണ്ട്, എന്റെ കൂടെയൊക്കെ ഭാഗവത സപ്താഹത്തിന് വായിക്കാൻ വരുന്നവരും പൂജയ്ക്ക് വരുന്നവരായിട്ട് ചെറുപ്പക്കാരൊക്കെ ഉണ്ട്. അവര് നല്ലോണം പഠിച്ച കുട്ടികളാണ്. പഠിച്ച് എന്തെങ്കിലും IT ഫീൽഡിലൊക്കെ ചെന്ന് ജോലി നേടും. ജോലി നേടിയിട്ട് കല്യാണം കഴിക്കും. കാരണം ശാന്തിയായ കല്യാണം കഴിക്കാൻ പറ്റില്ല. അപ്പൊ കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ തിരിച്ചവര് അവരുടെ ആ ഇഷ്ടമുള്ള ഇതിലേക്ക് തന്നെ തിരിച്ചു വരും. ഒന്നുകിൽ ക്ഷേത്ര ശാന്തികൾക്ക്, അല്ലെങ്കിൽ മറ്റ് പൂജകൾക്ക്, അല്ലെങ്കിൽ ഭാഗവത സപ്താഹാചാര്യന്മാരായിട്ടോ പൂജകന്മാരായിട്ടോ ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ ധാരാളം പേര് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ തിരിച്ചു വരുന്നുണ്ട്. അവർ പഠിക്കുന്നുണ്ട്, പഠിച്ചെന്തെങ്കിലും ജോലി നേടും, വിവാഹ ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് ഭാര്യയെ പറഞ്ഞ് സമ്മതിപ്പിച്ച്, ഇത് നല്ല രംഗമാണ്, നമുക്ക് കുറെ കൂടി സ്വാതന്ത്ര്യം ഉണ്ടാവും. ക്ഷേത്രത്തിൽ പോയാലേ സ്വാതന്ത്ര്യം കുറവുള്ളൂ. സപ്താഹങ്ങൾക്ക് പോകുന്നതും മറ്റു പൂജകൾക്ക് പോകുന്നതൊക്കെ ഒരു ഫ്രീഡം ഉള്ളതാണ്, അല്ലേ? അപ്പൊ അതാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇഷ്ടം. എന്തായാലും ഈ ഒരു സംസ്കാരം, ഈ ഭഗവാന്റെ ആരാധന, അവരവരുടെ ചെയ്യുന്ന കർമ്മത്തെ അത് ഭഗവാന് പൂർണ്ണ തൃപ്തി ഉണ്ടാവണം എന്നുള്ളതായിട്ടുള്ള ഭാവത്തില് സമർപ്പിക്കാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും വലിയ ജന്മസാഫല്യമാണ്. അതാണ് അദ്ദേഹം ഇത്രയും കാലം ചെയ്തിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഭഗവാന്റെ ആരാധനയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ്, അല്ലെ? കായേന വാച മനസേന്ദ്രിയൈവ ബുദ്ധ്യാത്മനാവ പ്രകൃതേ സ്വഭാവ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി എന്ന് നമ്മൾ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ശിവഭക്തന്മാരാണെങ്കിൽ യദ്യത് കർമ്മ കരോമി തത്തതകിലം ശംഭോ തവാരാധനം, ഞാൻ ചെയ്യുന്ന ഏതേത് കർമ്മങ്ങളുണ്ടോ അതെല്ലാം ഹേ ശംഭോ അങ്ങേക്കുള്ള ആരാധനയായി മാറട്ടെ. അല്ലെങ്കിൽ ദേവി ഭക്തന്മാരാണെങ്കിൽ എല്ലാം ദേവിയുടെ ആരാധനയായി മാറട്ടെ എന്ന് നമ്മള് ലൗകിക കർമ്മങ്ങൾ ചെയ്യുന്നതിനെ ഈശ്വരന് സമർപ്പിച്ച് ആത്മീയമായിട്ട് മാറ്റാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഇവരൊക്കെ ഭാഗ്യവാന്മാരാണ്, സുഹൃതികളാണ്. ശരിക്കുള്ള ഈശ്വരനെ തന്നെ, ഈശ്വര ആരാധന തന്നെ ചെയ്യാൻ ഭാഗ്യം ലഭിച്ചവരാണ്. അപ്പോ അത് ആ കർമ്മം അദ്ദേഹം ഇത്രയും കാലം വളരെ സ്തുത്യർഹമായ രീതിയിൽ നിർവഹിച്ചിരിക്കുന്നു. ഇനിയും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവും. ഇപ്പോ വന്നിട്ടുള്ള പുതിയ പുരോഹിതന് അദ്ദേഹത്തിന്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും, അതെനിക്ക് ഉറപ്പുണ്ട്. അദ്ദേഹം ഈ ദേശത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഇപ്പൊ ക്ഷേത്രം ഭാരവാഹിയായി കമ്മിറ്റിയിലുണ്ട്, ഉപദേശകനായി കൂടെ ഉണ്ടാവും. അത്യാവശ്യം മുട്ടുശാന്തിയായിട്ടും വേണമെങ്കിൽ അല്ലെ അദ്ദേഹത്തിന്റെ അവൈലബിലിറ്റി ഉണ്ട്. എല്ലാം കൊണ്ടും നിങ്ങൾ ഈ ദേശക്കാര് ഭാഗ്യവാന്മാരാണ്. അദ്ദേഹത്തെ പോലെ ഒരു മഹാത്മാവിനെ കിട്ടിയത് കൊണ്ട് ഹന്തഭാഗ്യം ജനാനാം എന്ന് മേൽപ്പത്തൂർ ഗുരുവായൂരപ്പനെ നോക്കി പറഞ്ഞതുപോലെ ഈ മഹാത്മാവിനെ നിങ്ങൾക്ക് കിട്ടിയത് കൊണ്ട് നിങ്ങളും ഭാഗ്യവാന്മാരാണ്, ധന്യരാണ്. അങ്ങനെയുള്ള നിങ്ങളുടെ ഒരു സ്നേഹം, ആദരവ് പ്രകടിപ്പിക്കുന്ന സന്ദർഭമാണിത്. അതില് ഒരു നിമിത്തമാകാൻ, ഒരു ഭാഗമാകാൻ എനിക്കും സാധിച്ചു എന്നുള്ളത് എന്നെയും സന്തോഷിപ്പിക്കുന്നു, എനിക്കും ധന്യത നൽകുന്നു. ഇന്ന് വളരെ വിശേഷപ്പെട്ടതായിട്ടൊരു ദിവസമാണ്. ചട്ടമ്പി സ്വാമി ജയന്തിയാണ്. ആ ഗുരുപരമ്പരയെ നമുക്ക് സ്മരിക്കാം. ആ മഹാഗുരുവിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ ശ്രീകൃഷ്ണ ജയന്തിയാണ്. ഭഗവാന്റെ പരിപൂർണമായിട്ടുള്ള അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളൊക്കെ ഭംഗിയായി നടക്കട്ടെ. ആ ഭഗവാനിലുള്ള ഭക്തി നമ്മളില് അതുമൂലം ഉറക്കട്ടെ. ഭഗവാനിലുള്ള ഭക്തി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിശേഷങ്ങളൊക്കെ നമ്മൾ ആചരിക്കുന്നത്. ആ ഭഗവാന്റെ കഥകൾ കേൾക്കാനും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാനും കീർത്തനങ്ങൾ പാടാനും ഒക്കെ ഉള്ളതായിട്ടുള്ള താല്പര്യം നിങ്ങളില് വർദ്ധിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ളതായിട്ടുള്ള കാര്യം അദ്ദേഹത്തിന് ദേശക്കാരുടെ വകയായിട്ടുള്ള ക്ഷേത്രം വകയായിട്ടുള്ള സുവർണ മുദ്ര, അത് വളരെ സന്തോഷപൂർവ്വം ഇത് കൊടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി എന്നുള്ള ധന്യതയോടെ ഞാനത് അദ്ദേഹത്തിന് സമർപ്പിക്കാൻ പോവാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരപൂർവ്വം ഞാൻ വിരമിക്കുന്നു. കഴിയും.
ഭാഷണത്തിലൂടെ ഞങ്ങളെ അനുഗ്രഹിച്ച പൂജനീയ സ്വാമിജിക്ക് വളരെ നന്ദി. സംരക്ഷണ സമിതിയുടെ ഒരു സ്നേഹോപഹാരം സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി സ്വാമിജിയോട് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. ഉപഹാരം സ്വാമിജിക്ക് സമർപ്പിക്കുന്നതിനായി ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ആരാ ഇന്നത്തെ ഈ ചടങ്ങിന്റെ കാരണഭൂതനും മുഖ്യ അതിഥിയുമായ ശ്രീ പി വെങ്കടേശൻ അവർകളെ ആദരിക്കുന്നതിന്റെ ഭാഗമായി ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പൊന്നാടയും സ്നേഹ ഉപഹാരവും സ്വീകരിക്കുവാൻ അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഉപഹാര സമർപ്പണത്തിനായി ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ശ്രീ AS മന്നാടി നായർ അവർകളോട് അഭ്യർത്ഥിക്കുന്നു. ബന്ധവും സുദൃഢമായ ആത്മസമർപ്പണവും കണക്കിലെടുത്ത് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആജീവനാന്ത അംഗത്വം അദ്ദേഹത്തിന് ബഹുമതിയായി സമർപ്പിക്കുന്നതിന് ക്ഷേത്രമൂരാണ് ശ്രീമതി സുഭദ്ര ടീച്ചറെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിക്കുന്നു. പുണ്യം നിറഞ്ഞൊരേ മണ്ണിൽ നിന്നും ഉദയസൂര്യൻ തൻ പ്രോജ്വല കാന്തി പോൽ പ്രതീക്ഷയേകുന്ന തൂമന്ദഹാസമായി 3 പതിറ്റാണ്ടു കാലമായി ദേശത്തെ ഐശ്വര്യ ശ്രീകോവിലും നിസ്വാർത്ഥ സേവകൻ യാത്രാമൊഴിയോതി പടിയിറങ്ങിയിടവേ ചൊല്ലേണ്ടതെന്തെന്നറിയാതെ വാക്കുകൾ നിഷ്പ്രഭമാകുന്നൊരേ മുഹൂർത്തം നിഷ്കാമമാകുമേ ജീവിതയാത്രയിൽ കർമ്മമണ്ഡലത്തിലെ പ്രാവീണ്യത്തോടൊപ്പം ശതകോടി ഭക്തർക്ക് സാന്ത്വനഗീതമാം താവക വാക്കുകൾ മാത്രം പോരും കള്ളപ്പാടി തൻ മാനസത്തെ അക്ഷയ ജ്യോതിയാവാം കാരുണ്യക്കാതലാകും കേശവൻ തന്നോട് കൺകോണിൽ തൃക്കടാക്ഷത്തോടൊപ്പം ശൈലേശൻ തന്നെ ആശിസേറ്റുവാങ്ങുവാൻ നിത്യം സാധ്യമായൊരീ ജന്മം ധന്യം താവക ജീവിതം മഹാമതേ നീണ്ടുകിടക്കുന്ന ജീവിതയാത്രയിൽ കർമ്മനിരതനായി സേവന സന്നദ്ധനായി കള്ളപ്പാടിയോടൊപ്പം എന്നുണ്ടായിടേണം എന്നൊരു വാക്കു മാത്രം ചൊല്ലി നൽകിയിടുന്ന സ്നേഹത്താൽ കോർത്തൊരീഹാരം സ്വീകരിച്ചാലും അഞ്ജലീഭക്തരായി നിൽക്കുന്ന ഞങ്ങൾക്കെല്ലാം പ്രാർത്ഥനയൊന്നു മാത്രം സർവേശൻ കാത്തിടട്ടെ ഇനിയുമിനിയുമീ ജീവിതം ധന്യമാകാൻ 1000 പൂർണ്ണചന്ദ്രന്മാരെ
പെരുമനയിൽ വാഴാൻ കാത്തരുളട്ടെ ദേവർ, കാത്തരുളട്ടെ ദേവർ. ഈ മംഗളപത്രം അതിമനോഹരമായി ആലപിച്ചിരിക്കുന്നത് കോട്ടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംഗീത അധ്യാപിക ശ്രീമതി സരിത ടീച്ചറാണ്. അതുപോലെ മംഗളപത്രം രചിച്ചിരിക്കുന്നത് ഇന്നത്തെ അവതാരിക കൂടിയായ ശ്രീമതി ഗീത ടീച്ചറാണ്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അണ്ടലാട് കളിക്കൽ പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ദയാനന്ദാശ്രമം മഠാധിപതി കൃഷ്ണാത്മാനന്ദ സ്വാമിജികൾ, റിട്ടയർഡ് പ്രിൻസിപ്പൽ ശ്രീ മാധവൻ സാർ, ക്ഷേത്രം ഊരാളൻ ശ്രീമതി KP സുഭദ്ര ടീച്ചർ, ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ഞങ്ങളുടെ എല്ലാമായ ശ്രീ AS റൊങ്ങാടി നായർ, സദസ്സിലുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു സ്മരണിക ഇറക്കണം എന്നുള്ള ആലോചന തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. പക്ഷെ അതെങ്ങനെ വേണം, ഇത്തരത്തിൽ വേണം എന്നുള്ള ഒരു രൂപരേഖയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ ജൂണിലാണ് നമുക്കത് തയ്യാറാക്കണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം ഭരണസമിതിയിൽ നിന്നുണ്ടായത്. അപ്പോൾ അതിനൊരു എഡിറ്റോറിയൽ ബോർഡ് വേണം, പത്രാധിപ സമിതി. ആ പത്രാധിപ സമിതിയുടെ മേൽനോട്ടം എല്ലാവരും കൂടി എന്നെ ഏൽപ്പിച്ചു. അപ്പോൾ അതിന് 3-4 അംഗങ്ങളും കൂടി വേണം. അപ്പോൾ അത് ഒന്ന് പ്രിയപ്പെട്ട യമുന ടീച്ചർ, അവരെ സമീപിച്ചു. ഇപ്പോൾ ശരി, ഞാൻ ഉണ്ടാവാം. പിന്നെ ശ്രീമതി ഗിരിജ ടീച്ചർ, പിന്നെ ശ്രീ വേണുജി നായർ, പിന്നെ ശ്രീ വേണുഗോപാൽ. ഞങ്ങൾ ആദ്യം ജൂൺ 23 ചേർന്ന ഒരു മീറ്റിംഗ്, ഇതൊക്കെ എങ്ങനെ സംഘടിപ്പിക്കണം, എന്ത് ചെയ്യണം എന്നുള്ള ഒരു പ്രഥമ മീറ്റിങ്ങിൽ വളരെ സജീവമായിട്ട് ശ്രീ വേണുഗോപാൽ ഉണ്ടായിരുന്നു. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമാണ് ഈ ഒരു സ്മരണിക പൂർത്തിയാക്കാൻ ഞങ്ങളെ സഹായിച്ചത്. കാരണം ഒരു മാർഗദർശി എന്നുള്ള രീതിയിൽ വേണ്ട കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇതിനെ പറ്റിയിട്ടുള്ള സ്വന്തം അനുഭവങ്ങൾ വെച്ചിട്ടും മറ്റു സ്ഥലങ്ങളിൽ കണ്ടു ശീലിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും എല്ലാം വളരെ വ്യക്തമായിട്ട് നമുക്കൊരു മാർഗരേഖ ഉണ്ടാക്കി തന്നു. പക്ഷെ അദ്ദേഹത്തിന് ഈ എഡിറ്റോറിയൽ ബോർഡിൽ ഇതിനെ സ്മരണിക പ്രകാശിപ്പിക്കുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവാൻ പറ്റിയിട്ടില്ല. ഭഗവാൻ അദ്ദേഹത്തിന് വിളിച്ചുകൊണ്ടുപോയി. എങ്കിലും അദ്ദേഹം പറഞ്ഞ അത്രയായിട്ടില്ലെങ്കിലും നമ്മൾ കുറച്ചൊക്കെ അത് ചെയ്ത്, കാരണം പിന്നെ ആ സ്പീഡ് വന്നു. സത്യം പറഞ്ഞാൽ ജൂൺ 23 തീരുമാനിച്ച് മാർഗരേഖ ഉണ്ടാക്കിയിട്ടുള്ള സംഭവമാണ് ആഗസ്റ്റ് 25 പ്രകാശനം ചെയ്യുന്നത്. ഒരു സ്മരണിക ഉണ്ടാക്കാൻ എനിക്ക് തോന്നുന്നില്ല എത്ര കുറച്ച് സമയമൊന്നും ആവുള്ളൂ. കാരണം അതിലേക്കുള്ള മാറ്ററുകൾ ഉണ്ടാക്കണം, എല്ലാം നമ്മൾ പിന്നെ വളരെ ദ്രുതഗതിയിലൊക്കെ ചെയ്തു. ആ ഒരു ഷോക്കിൽ നിന്ന് പുറത്തു വന്ന ശേഷം വളരെ ദ്രുതഗതിയിൽ ബാക്കി കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ എഡിറ്റോറിയൽ ബോർഡ് അങ്ങനെ തീരുമാനിച്ചിട്ടായിരുന്നു ഇതിൻ്റെ പേര് നിർദ്ദേശിക്കുന്ന ആൾക്ക് ഒരു ചെറിയൊരു ഉപഹാരം സ്മരണിക പ്രകാശിപ്പിക്കുന്നതിന് മുമ്പ് കൊടുക്കണമെന്ന്. അപ്പോൾ ഞാൻ നമ്മുടെ ആരാധനയായ ക്ഷേത്രം തന്ത്രിയെ ഈ ഉപഹാരം ശ്രീ വേണുഗോപാലിന് സമർപ്പിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ശ്രീ വേണുഗോപാൽ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. വളരെ നന്ദി. കള്ളപ്പാടി ക്ഷേത്രത്തിന്റെ ചരിത്രവും ഐതിഹ്യവും അനുഭവങ്ങളും വിളംബരം ചെയ്യുന്ന ഈ സ്മരണികയുടെ പ്രകാശനം നിർവഹിക്കുന്നത്
ആ കർമ്മത്തിന് ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തിയാണെന്നത് ഈ ചടങ്ങിനെ മാറ്റുകൂട്ടുന്നു. പണ്ഡിതരത്നം പ്രൊഫസർ ഡോക്ടർ PK മാധവൻ അവർ പാലക്കാടിന്റെ മാത്രമല്ല കേരളത്തിന്റെ തന്നെ സാംസ്കാരിക മണ്ഡലത്തിൽ ഏറെ പ്രശോഭിക്കുന്ന വ്യക്തിയാണ്. പാലക്കാടിന് എന്നും അഭിമാനമായ ഗവൺമെന്റ് വിക്ടോറിയ കോളേജിന്റെ മുൻ പ്രിൻസിപ്പൽ, പ്രശസ്തനായ സംസ്കൃത പണ്ഡിതൻ, ഉജ്ജ്വല വാഗ്മി, കൂടാതെ വിശ്വസംസ്കൃത പ്രതിഷ്ഠാനത്തിന്റെ കേരള സംസ്ഥാന അധ്യക്ഷനും കാറൽമണ്ണ വേദ ഗുരുകുലത്തിന്റെ കുലപതിയും നമുക്ക് ഏവർക്കും അഭിമാനമായ സദനം കഥകളി അക്കാദമിയുടെ ചെയർമാനുമാണ് അദ്ദേഹം. സംസ്കൃത ഭാഷാ സാഹിത്യാദി മേഖലകളിലെ സമഗ്ര സംഭാവന പരിഗണിച്ച് രാജ്യത്തെ ഏറ്റവും വലിയ സംസ്കൃത കലാശാലയായ കേന്ദ്രീയ സംസ്കൃത വിശ്വവിദ്യാലയം ആദരപൂർവ്വം നൽകിയ ദീലിപ് ബിരുദം ബഹുമാനിയായ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമുവിൽ നിന്നും ഏറ്റുവാങ്ങിയ ശ്രീ PK മാധവൻ സാറിന്റെ സ്മരണിക പ്രകാശനം നിർവഹിക്കുന്നതിന് സാദരം സാഭിമാനം ക്ഷണിക്കുന്നു. സ്മരണികയുടെ ആദ്യ പ്രതി ഏറ്റുവാങ്ങുന്നതിന് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ശ്രീ AS മന്നാടി നായർ അവർകളെ സാദരം ക്ഷണിക്കുന്നു. വിഷ്ണുമഹേശ്വര സാന്നിധ്യത്താൽ പുണ്യം നിറഞ്ഞൊരേ മണ്ണിൽ നിന്നും ഉദയസൂര്യൻ തൻ പ്രോജ്വല